ഇനി നമ്മൾ പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുന്നു. വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി. വിഷ്ണു, അവിടെ നിന്ന് എന്തൊക്കെയാണ് വിവരങ്ങൾ നൽകാനുള്ളത്? അനുജ, 18 ഗുരുക്കന്മാർ 2000-ഓളം വരുന്ന കുരുന്നുകളാണ് ഈ തവണ പറവൂരിലെ മൂകാംബിക ക്ഷേത്രത്തിൽ വിദ്യാരംഭം കുറിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത്. രാവിലെ 3 മണി മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു. അതിപ്പോഴും പുരോഗമിക്കുകയാണ്. ഓരോ ബാച്ചുകളായാണ് 18 ഗുരുക്കന്മാരുടെ അടുത്തേക്കും ഈ കുരുന്നുകൾ എത്തുന്നത്. ആദ്യം നാവിലും പിന്നീട് അരിയിലും എഴുതുന്നതാണ് രീതി. സാധാരണഗതിയിൽ എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാരംഭങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം. അതിന് ഇത്തവണയും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പല ആളുകളൊക്കെ, ചില കുട്ടികളൊക്കെ വലിയ കരച്ചിലുണ്ട്, എന്നാൽ ചിലരൊക്കെ വളരെ കൂളായി വന്ന് എഴുതി പോകുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കരച്ചിലോ അല്ലെങ്കിൽ അമിതമായ കരച്ചിലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. വലിയ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. ഒരുപാട് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുന്ന ഒരു ദിവസമാണ്. അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളാണ്. അവസാനവട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു 10 മണിയോടുകൂടി ഇത് അവസാനിക്കും. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.